മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ. നീ എന്തോന്നാടായി പറയുന്നത്? വീട്ടിലിട്ട് അവനെ കൊല്ലാനോ? അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാനേ പറ്റില്ല. കൊന്നുകളാനായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി അവരെ കൊണ്ട് തന്നെ അതങ്ങ് ചെയ്യിപ്പിച്ചാൽ പോരായിരുന്നു. മരട് ചോദിച്ചല്ലേ അവനെ അങ്ങ് തീർക്കട്ടെ എന്ന്. അവിടെ വെച്ച് എന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ കളി മാറുവേ. നീ വേറെന്തെങ്കിലും ഒരു ഐഡിയ പറ. നമ്മൾ എന്തൊക്കെ ചെയ്താലും അവൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും. എത്ര നല്ല അവസരങ്ങളെ പാഴായി പോയത്. ഞാൻ നോക്കിയിട്ട് ഇനി ഒറ്റ മാർഗം മാത്രമേ ബാക്കിയുള്ളൂ. ഓ, എന്നിട്ട് ഞാൻ ജയിലിൽ പോകണമല്ലേ? നിനക്ക് ജയിലിൽ പോകേണ്ടി വരില്ല. ജയിലിലേക്ക് പോകാൻ പോകുന്നത് ആ സ്ത്രീയാ, അവിടുത്തെ സെർവന്റ് മറിയച്ചേട്ടത്തി. അവർക്ക് സ്വന്തക്കാരോ ബന്ധുക്കാരോ ആരും ഇല്ലാന്നല്ലേ നീ പറഞ്ഞത്? അവർക്കങ്ങനെ ആരുമില്ല. പക്ഷേ എങ്ങനെ അവരെ കൊടുക്കും? അവന് കൊടുക്കാൻ അവരെടുത്ത് വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ ആരുടെയും കണ്ണിൽ പെടാതെ കുറച്ച് വിഷം ചേർത്താ മതി. പക്ഷേ ആരുടെ കണ്ണിലും പെടാതെ വേണം നീ അത് ചെയ്യാൻ. നീ എന്ന് വീട്ടിലുണ്ടായിരുന്നതായിട്ട് ആർക്കും സംശയം ഉണ്ടാവാനും പാടില്ല. രാവിലെ നിങ്ങളെല്ലാവരോടൊന്ന് പോയി കഴിഞ്ഞാ പിന്നെ നിന്റെ അമ്മച്ചിയും ആ സ്ത്രീയും അവനും മാത്രമല്ലേ അവിടെയുള്ളൂ. അവന് സ്കൂളിൽ വിടാനുള്ള ഒരുക്കത്തിലായിരിക്കും ആ സ്ത്രീ. പുറത്തുപോയ നീ മറ്റൊരു വഴിക്ക് വീട്ടിനുള്ളിൽ കടന്നു കയറണം. അവന് കൊടുത്തുവിടുന്ന ലഞ്ച് ബോക്സ് കൈക്കലാക്കിയാ മതി. സംഗതി ഒപ്പിച്ചു കഴിഞ്ഞാ നീ വന്ന വഴിക്ക് തിരിച്ചു പോണം. പോയിസൺ ഞാൻ സംഘടിപ്പിച്ചു തരാം. ഈ ഐഡിയ എങ്ങനെയുണ്ടടാ? നിന്നെപ്പറ്റി ആർക്കും ഒരു സംശയവും തോന്നില്ല. നീ രാവിലെ സ്കൂളിലേക്ക് പോയി വൈകിട്ട് തിരിച്ചു വരും പറയുന്നത് അവൻ തീർന്നു കിട്ടിയെന്നുള്ള വിവരം. ആ സ്ത്രീയെ പോലീസ് വെക്കും. നിനക്കിട്ട് പാരപണിയുന്നവർക്ക് ഇതിലും വലിയ പണി എന്താടാ കൊടുക്കാനുള്ള? ഹസ്ബൻഡിനെ യാത്രയാക്കിയിട്ടുള്ള വരവാണല്ലേ? അരവിന്ദ് കേരളത്തിലേക്ക് പോയല്ലോ. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിന്റെ പിന്നാലെ നിഴല് പോലെ ഞാനുണ്ട്. നാണോ ഇല്ലേ നിങ്ങൾക്കിത് പറയാൻ? ഓരോ നിമിഷങ്ങൾക്കും ലക്ഷങ്ങളുടെ വിലയുള്ളവനല്ലേ നിങ്ങൾ? ആ നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പിന്നാലെ നടന്ന് സമയം പാഴാക്കി കളയുന്നത്? നാലാൾ അറിഞ്ഞാൽ നിങ്ങൾക്കിത് ഷെയ്മാ. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ലക്ഷങ്ങളല്ല കോടികൾ വിലയുണ്ട്. അതിനുവേണ്ടി നാണം കെടാനും ഞാൻ തയ്യാറാണ്. ഗൗതം മേനോൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നത്. നിന്റെ മുന്നിൽ. പണം കൊണ്ട് ജീവിതത്തിൽ എന്തും നേടാമെന്ന് കരുതിയവനാണ് ഞാൻ. പക്ഷേ ഇവിടെ ഞാൻ തോറ്റുപോവാണ്. എന്റെ തോൽവിയുടെ മധുരം നീ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ മുന്നിൽ സമസ്ത അപരാധങ്ങളും ഏറ്റു പറഞ്ഞവനാണ് ഞാൻ. നീ എന്നോട് ക്ഷമിക്കണ്ട. ഞാനത് പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കും. നീ ആ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു താ. ആഗ്രഹിച്ചതെന്ത് സ്വന്തമാക്കാൻ നിങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ജീവിതം തന്നെ അതായിരുന്നു. ഇനിയും നിങ്ങൾ ഹീനമാർഗങ്ങൾ പ്രയോഗിക്കുമെന്നും എനിക്കറിയാം. അതൊന്നും എന്നെ ഭയപ്പെടുത്തില്ല ഗൗതം. എന്റെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വീഴുമെന്ന് പേടിച്ച് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കീഴടങ്ങുമെന്ന് നിങ്ങൾ കരുതണ്ട. എന്റെ സന്തുഷ്ട ജീവിതത്തെക്കാൾ ഞാനിപ്പോ ആഹ്ലാദിക്കുന്നത് നിങ്ങളുടെ ഈ തകർച്ച കാണാനാ. എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്തവനായുള്ള നിങ്ങളുടെ ഈ നിൽപ്പ്. ഈ ഒരു നിമിഷത്തിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. ഈ ജന്മം നിങ്ങൾ ആ കുട്ടിയെ കാണില്ല. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല. ആ കുഞ്ഞിന്റെ മുഖം കാണാനുള്ള അർഹത പോലും നിങ്ങൾക്കില്ല. അത്രമാത്രം ശപിക്കപ്പെട്ടവനാ നിങ്ങൾ. അവനെ ദത്തെടുത്ത് സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തുന്നവർ
നിങ്ങളെപ്പോലെ കോടീശ്വരനല്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഇല്ലാതെ പോയ ഒന്ന് അവർക്കുണ്ട്: സ്നേഹവും കാരുണ്യവും. അവരുടെ മകനായി അവൻ വളരട്ടെ. ഇനി അവന് വേണ്ട ഇങ്ങനൊരച്ഛന്. നിങ്ങൾ വച്ച് നീട്ടുന്ന ഒരു സൗഭാഗ്യവും അവന് വേണ്ട. കൈവിട്ട് കളഞ്ഞ കുഞ്ഞിനു വേണ്ടി ഇനി നിങ്ങൾ ഈ സിംഗപ്പൂരിൽ നിൽക്കണമെന്നില്ല. മനസ്സിൽ പശ്ചാത്താപം തോന്നുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുക. മറ്റൊരാളുടെ ഒരു കുഞ്ഞായിക്കോട്ടെ നിങ്ങളുടെ അനന്തരാവകാശി. നിങ്ങൾക്കുള്ള ശിക്ഷ അതാ. നിക്കടെ തൊട്ടു പോരുത്.